പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ, വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ 4-ാം ദിവസം പരിശുദ്ധ അമ്മയെ മുൻനിർത്തി നാം ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ഭാരമുള്ള ഹൃദയത്തോടെയാണ്. നമ്മുടെ നാട്ടിലുണ്ടായ ദുരന്തങ്ങൾ, വിമാന ദുരന്തം, കരിപ്പൂരിലുണ്ടായ വിമാന ദുരന്തത്തിലൂടെ മരണമടഞ്ഞ പ്രിയപ്പെട്ട എത്രയോ ആളുകൾ പരിക്കേറ്റിരിക്കുന്നു. എത്രയോ കുടുംബങ്ങൾ ദുഃഖത്തിലായി. മൂന്നാർ ഉരുൾപൊട്ടലിലൂടെ മരണമടഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, ഈ പ്രളയത്തിൻ്റെ ദുരിതമനുഭവിക്കുന്ന, കടൽക്ഷോഭത്തിൻ്റെ ദുരിതമനുഭവിക്കുന്ന 10,000-കണക്കിന് സഹോദരി സഹോദരൻ, കോവിഡ് നൽകുന്ന ഈ വലിയ നൊമ്പരത്തെ ഇരട്ടിപ്പിക്കുന്ന അനുഭവമാണ് ഈ ദിവസങ്ങളിൽ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കണ്ണുനീർ വീഴ്ത്താം, കർത്താവിൻ്റെ കരുണയ്ക്ക് അപേക്ഷിക്കാം, പരിശുദ്ധ അമ്മയെ ചേർത്ത് നിർത്താം. എല്ലാ പ്രതിസന്ധികളിലും നമുക്ക് സംരക്ഷണം നൽകുന്ന പരിശുദ്ധ അമ്മയുടെ ഉറപ്പുള്ള കരുതലിന്, ഉറപ്പുള്ള സംരക്ഷണത്തിന് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ നാടിനെയും ഒക്കെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ദിവസം പ്രിയപ്പെട്ടവരെ, മരണമടഞ്ഞവരെയും ദുഃഖിതരായിരിക്കുന്ന ഓരോരുത്തരെയും കുരിശിൻ്റെ തണലിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ, 5-ാമത്തെ ദിവ്യരഹസ്യം ധ്യാനിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ ആ ഒരു കഴുകൽ, സംരക്ഷണം, ആ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന അരുവി ആ പ്രിയപ്പെട്ടവരെ വിശുദ്ധീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അമ്മയോടൊപ്പം ധ്യാനിച്ച് നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നു ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ അമ്മേ, എൻ്റെ ആശ്രയമേ. എന്നെ ഈശോയുടേതാക്കണമേ. 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 പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങ് ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങ് ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങ് ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്കെതി ലേഖനം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യം. മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തു നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോകസൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തില്ലാണ്ട് പോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാകുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ,
മനുഷ്യൻ മാരകമായ പാപാവസ്ഥയിലാണ്. ഈ ചുറ്റുപാടുകളെല്ലാം മലിനമായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാപബോധം നഷ്ടപ്പെട്ട ഒരു തലമുറ അത് നാശത്തിലേക്ക് നീങ്ങുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് ചരിത്രത്തിൽ നിന്ന് എടുത്തു കാണിക്കാനുണ്ട്. വേദപുസ്തകത്തിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങൾ നാം കണ്ടെത്താനാവും. അവയെപ്പറ്റി നാം നിരന്തരം ധ്യാനിക്കുന്നുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കുന്നില്ല. അതാണ് റോമാക്കാർക്ക് ലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. അവൻ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന് നൽകുന്നു, അല്ലെങ്കിൽ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറും. ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത അവസ്ഥ ദയനീയമായൊരവസ്ഥയാണ്. 1-ാമത്തെ കൽപ്പനയുടെ ലംഘനമാണ്. 1-ാമത്തെ കൽപ്പന ലംഘിക്കുന്നവൻ എല്ലാ കൽപ്പനകളും ലംഘിക്കും. 1-ാമത്തെ കൽപ്പന ലംഘിക്കുന്നവൻ എല്ലാ കൽപ്പനയും ലംഘിക്കും. അപ്പോൾ ഇവിടെ ദൈവത്തെ അറിയില്ല എന്ന് ആർക്കും പറയുക സാധ്യമല്ല. കാരണം സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. ദൈവം തന്നെ ഈ സൃഷ്ടവസ്തുക്കളിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. 19-ാമത്തെ വചനത്തിൽ നിന്ന് വായിക്കുന്നു, ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്യും. ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിന് നന്ദി അർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനം. നാം ആർജിച്ചിട്ടുള്ളതൊക്കെ ദൈവത്തിന്റെ കൃപ. നമുക്ക് ഇന്ന് സംരക്ഷണം ലഭിക്കുന്നു എങ്കിൽ നമ്മുടെ ആസൂത്രണം കൊണ്ടല്ല. ഒരു ഘട്ടത്തിൽ കോവിഡ് രോഗത്തെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിച്ചു. അന്ന് നാം എല്ലാവരും എന്ത് ഉറക്കെ പറഞ്ഞു, നാം പറഞ്ഞു അത് നമ്മുടെ ആസൂത്രണം കൊണ്ടാണ്. അത് ചില മനുഷ്യരുടെ കഴിവ് കൊണ്ടാണ്. നാം ഒന്നറിയുക പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടിടത്ത് മനുഷ്യൻ മഹത്വം ഏറ്റെടുക്കരുത്. ദൈവത്തിന് അർഹിക്കുന്ന മഹത്വം കൊടുക്കാതെ മനുഷ്യൻ അവയെല്ലാം സ്വന്തമായി എടുക്കുന്നു. അങ്ങനെ നാം നമ്മെ തന്നെയോ ചില വ്യക്തികളെയോ ചില സ്ഥാനങ്ങളെയോ ഒക്കെ നമ്മൾ ദൈവത്തിന് പകരമായി പ്രതിഷ്ഠിക്കാൻ ഇടയായിത്തീരും. അത് മാരകമായ പാപമാണ് എന്ന്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാകുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിന്റെ സത്യം ഉപേക്ഷിച്ചു, വ്യാജം സ്വീകരിച്ചു. നമ്മളുടെ തകർച്ചയ്ക്ക് അടിസ്ഥാനമായി നിൽക്കുന്നത് 1-ാമത്തെ കൽപ്പനയുടെ ലംഘനമാണ് എന്ന് നാം തീർച്ചയായും മനസ്സിലാക്കണം. അതുവഴിയായി ദൈവം കൈവിടുകയാണ്. ദൈവത്തെ തള്ളിപ്പറയുന്നവനെ താങ്ങി നിർത്താൻ എങ്ങനെയാണ് സാധിക്കുക? അതാണ്. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാകുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. അതാണ് ഈ ജഡീകാസക്തികൾക്ക് വിട്ടുകൊടുത്തു.
ദൈവത്തിന്റെ ആലയമായ തന്റെ ശരീരത്തെ സാത്താന്റെ ആലയമാക്കി തീർത്തു. ദേവാലയങ്ങളായ നമ്മുടെ ഭവനങ്ങൾ അശുദ്ധമാകാനിടയായി തീർന്നു. കുടുംബ ബന്ധങ്ങൾ അശുദ്ധമാകി തീരാനിടയായി തീർന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് മക്കളെ സ്വീകരിക്കാൻ മനുഷ്യൻ തയ്യാറല്ലാതെ വന്നു. അങ്ങനെ അടിസ്ഥാനപരമായി ദേവാലയമാകേണ്ട കുടുംബം തന്നെ രക്തക്കറ വീണ, നിഷ്കളങ്ക രക്തം കട്ട പിടിച്ചു കിടക്കുന്ന ശാപഗ്രസ്തമായ ഇടമായി തീർന്നു. മനുഷ്യൻ ഈ ലോകത്തിലുള്ള പലതിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ബലി കഴിക്കാനിടയായി. ഭ്രൂണഹത്യയിലൂടെ ഇവിടെ രക്തക്കറ വീണു. നിഷ്കളങ്ക രക്തം ഈ മണ്ണിൽ വീഴ്ത്തപ്പെട്ടു. സ്വാർത്ഥപ്രേരിതരായ മനുഷ്യൻ നിഷ്കളങ്ക രക്തം വീഴ്ത്തി. ആബേൽ മുതൽ ഇന്നുവരെ വീണിട്ടുള്ള നിഷ്കളങ്ക രക്തം കുഞ്ഞി പൈതങ്ങളുടെ രക്തത്തോട് ചേർത്ത് വീണ്ടും ഒഴുക്കപ്പെട്ട നിഷ്കളങ്ക രക്തം പ്രതികാരത്തിന് വേണ്ടി ദാഹിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. നമ്മളുടെ തലമുറകളുടെ പാപമോർത്ത് നാം അനുദപിക്കുന്നതോടൊപ്പം ഈ പാപത്തിൽ നാമും പങ്കാളികളായിട്ടുണ്ടോ എന്ന്, അതിനെ നാം അംഗീകരിക്കുന്നുണ്ടോ എന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കണം. നമ്മുടെ ജീവിതാവസ്ഥയെ പരിപൂർണമായ വിശകലനത്തിന് നാം വിധേയമാക്കണം. അതുകൊണ്ട് എന്തു സംഭവിച്ചു? അതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള അനീതിക്കും ദുഷ്ടതയ്ക്കും അത്യാഗ്രഹത്തിനും തിന്മയ്ക്കും അവർ വിധേയരായി. 1-ാം അധ്യായം 29 മുതലുള്ള വാക്യങ്ങൾ അതാണ്. അവർ എല്ലാ തരത്തിലുമുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർഭിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരും ആയിരുന്നു. പാപത്തിന്റെ ലിസ്റ്റ് നീണ്ടുപോകുന്നു. എല്ലാ മ്ലേച്ഛകരമായ എല്ലാ പാപങ്ങളും ഈ അടിസ്ഥാനത്തിൽ നിന്ന് പ്രവഹിക്കുന്നു എന്നുള്ളത് നാം ഇവിടെ കാണുന്നു. ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവർ അവ ചെയ്യുന്നു. മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അവർക്ക് ന്യായം പറയുന്നു. പാപത്തെ ന്യായീകരിക്കുക, അതാണ്. പാപബോധം നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, നിസ്സാരവൽക്കരിക്കുക. ഭ്രൂണഹത്യ നിസ്സാരവൽക്കരിക്കുക. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതിരിക്കുക. നമ്മുടെ പ്രയോറിറ്റികൾ, മുൻഗണനകൾ മാറിപ്പോയി. ദൈവത്തിന് കൊടുത്തിരുന്ന 1-ാം സ്ഥാനത്ത് നാം അധികാരത്തെ പ്രതിഷ്ഠിച്ചു, ജഡീകതയെ പ്രതിഷ്ഠിച്ചു, സമ്പത്തിനെ പ്രതിഷ്ഠിച്ചു, ലൗകിക സുഖങ്ങളെ നാം പ്രതിഷ്ഠിച്ചു. ഇങ്ങനെ വ്യത്യസ്തമായ പ്രതിഷ്ഠകൾ ഉണ്ടായി ദൈവത്തിന്റെ സ്ഥാനത്ത്. പാപത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിച്ചു. പോഷനായ മനുഷ്യൻ ജീവിക്കുന്നു എന്ന്. അപ്പോൾ ഇവിടെ പാപത്തെ ന്യായീകരിച്ചുകൊണ്ട് നിൽക്കുന്ന പോഷനായ മനുഷ്യന്റെ ദാരുണമായ അനുഭവങ്ങളിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നാം കടന്നു പോകുന്നത് എന്ന്, ആ ഒരു തലമുറയുടെ ആ ഒരു അനുഭവത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്. പാപ സാഹചര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. നിതാന്ത ജാഗ്രത പുലർത്തുന്നില്ലെങ്കിൽ ഈ പാപ സാഹചര്യങ്ങൾ നമ്മെ പാപത്തിൽ വീഴ്ത്തും. അതിഭൗതികത പാപത്തിന്റെ ഒരു സാഹചര്യമാണ്. രഹസ്യ പാപങ്ങൾ ചെയ്യുന്നതിനുള്ള സാധ്യത, അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ആ ശൈഥില്യം, ഈ ചുറ്റുപാടുകൾ തന്നെ പാപം കൊണ്ട് മലിനമായിരിക്കുന്നു എന്ന് മനുഷ്യന്റെ മുൻഗണനകൾ തെറ്റിയതിന്റെ പരിണത ഫലമായി നമുക്കിതിനെ കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നാം ഓർമ്മിക്കുക, ഇവിടെ പാപം നമ്മളെ നശിപ്പിക്കും. പാപത്തിന്റെ വേതനം മരണമാണ്. റോമാക്കാർക്ക് ലേഖനം 6-ാം അധ്യായം 22-23 വചനങ്ങൾ. പാപത്തിന്റെ വേതനം മരണമാണ്. ദൈവത്തിന്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നിത്യജീവനും.
പാപത്തിൽ നോക്കി ജീവൻ ഉണ്ടാവുക സാധ്യമല്ല. അത് മരണത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഇവിടെ യോബിന്റെ പുസ്തകം 12:10, പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ്. യഥാർത്ഥത്തിൽ അവന്റെ ജീവൻ അപകടപ്പെടുത്തുകയാണ് അവൻ ചെയ്യുന്നത്. നാം വിചാരിക്കരുത് പാപകർമ്മങ്ങൾ അത് ആന്തരികമാണ്, അത് എക്സിസ്റ്റൻഷ്യലാണ്. തെറ്റായ ആഗ്രഹങ്ങളും തീരുമാനങ്ങളും പാപമാണ്. തെറ്റായ ആഗ്രഹങ്ങളും തീരുമാനങ്ങളും പാപമാണ്. പാപം ഉള്ളിൽ നിന്നാണ് പുറപ്പെടുന്നത്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. 1 യോഹന്നാൻ 3:15, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. സഹോദരന് ദോഷം ആഗ്രഹിക്കുക, സഹോദരനെ വെറുക്കുക, അവൻ കൊലപാതകിയാണ്. വെറുക്കുന്നിടത്ത് ആര് കടന്നു വരുന്നു? സാത്താൻ കടന്നു വരുന്നു. വെറുപ്പിലും വിദ്വേഷത്തിലുമായിരിക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, സാത്താന്റെ പിടിയിലാണ്. അവൻ നമ്മുടെ സമാധാനവും സന്തോഷവും മോഷ്ടിക്കും. കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ്. നമ്മുടെ ജീവിതത്തെ തകർത്തു കളയും. നമ്മളുടെ ആന്തരികമായ ജീവിതത്തെ മുഴുവനും ക്ഷതമേൽപ്പിക്കുന്നു, മുറിവേൽപ്പിക്കുന്നുവെന്ന് നാം ഓർമ്മിക്കണം. ഞാൻ വെറുക്കുന്നത് ഞാൻ ചെയ്യുന്നു. റോമാക്കാർ ലേഖനം 7-ാം അധ്യായം 15-20 ഒരു നിസ്സഹായതയാണ്. ഞാൻ ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്നത് ചെയ്യാനിടയായിത്തീരുന്നു. ഇത് ഇരുതലവാൾ പോലെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകം 21:3, പാപം ഇരുവായ്ത്തലവാൾ പോലെയാണ്, അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല. പാപം വഴിയായി കുറ്റബോധത്തിന് നാം അടിപ്പെടും. കുറ്റബോധത്തെ അടിപ്പെട്ട ഒരാൾക്ക് എങ്ങനെ അവന്റെ വ്യക്തിത്വം തേജസ്സുള്ള വ്യക്തിത്വമായി, പരിശുദ്ധ അമ്മയുടെ ഛായയിലുള്ള വ്യക്തിത്വമാക്കി രൂപാന്തരപ്പെടുത്താൻ സാധിക്കും? അമ്മ മുറിവേൽക്കാത്തത് കൊണ്ടാണോ? അമ്മ മുറിവേറ്റതുപോലെ ആര് മുറിവേറ്റിട്ടുണ്ട്? അമ്മ മുറിവേറ്റതുപോലെ ആര് മുറിവേറ്റിട്ടുണ്ട്? ജീവിതം മുഴുവനും മുറിവുകൾ കൊണ്ട് നിറഞ്ഞ ഒരു മനസ്സും ഹൃദയവുമാണ്. പക്ഷേ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരുന്നു എന്നുള്ളത് കൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ആ മുറിവുകൾ തിരുമുറിവുകളായി രൂപാന്തരപ്പെട്ടു. സമാധാനം നഷ്ടപ്പെട്ടില്ല. വെള്ളത്തിനുള്ളിൽ വെള്ളത്തിൽ ആഴ്ന്നു കിടക്കുന്ന ഒരാൾക്ക് പരിക്കേൽക്കുക സാധ്യമല്ല. അതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം ഒക്കെ അനുഭവിക്കുന്നതിന്റെ എത്രയോ അധികം വേദനയാണ് പരിശുദ്ധ അമ്മ അനുഭവിച്ചത്. പക്ഷേ അമ്മയുടെ തേജസ് നഷ്ടപ്പെട്ടില്ല, അമ്മയുടെ പരിശുദ്ധി നഷ്ടപ്പെട്ടില്ല, കുരിശിന്റെ ചുവട്ടിലും ആന്തരികമായ സമാധാനം നഷ്ടപ്പെട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൊണ്ടാണ് എന്ന് ഓർമ്മിക്കണം. ഇവിടെ പാപം നമ്മുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തും. യേശയ്യായുടെ പുസ്തകം 57:20-21, ദുഷ്ടൻ പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ്, അവന് സമാധാനം ലഭിക്കുകയില്ല എന്ന്, അവന് ഐശ്വര്യമുണ്ടാവുകയില്ല. പാപം തന്നെ നമ്മോട് പ്രതികാരം വെട്ടിക്കൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ആരാണ് നമ്മോട് പ്രതികാരം ചെയ്യുന്നത്? പ്രഭാഷകന്റെ പുസ്തകം 27:10, സിംഹം ഇരയ്ക്കു വേണ്ടി പതിയിരിക്കുന്നു, പാപമോ പാപിക്കു വേണ്ടി. നാം അസ്വസ്ഥരായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള വിടാതെ ശാപങ്ങൾ നമ്മെ പിന്തുടരുന്നു. എന്ത്? പാപം തന്നെയാണ് അതിന്റെ കാരണമായി നിൽക്കുന്നത് എന്നതും പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. പാപം പടിവാതിക്കൽ പതിയിരിപ്പുണ്ടെന്ന് ഓർത്തുകൊള്ളുക. അതാണ്, പാപിയെ ശിക്ഷിക്കുന്ന ദൈവമല്ല, മറിച്ച് അവന്റെ പാപമാണ്, പാപവാസനയാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ വചനം പ്രിയപ്പെട്ടവരെ നാം വായിക്കും. നമ്മുടെ സമ്പത്തും നാം ഇന്ന് വെച്ച് അനുഭവിക്കുന്ന ആ സുഖഭോഗങ്ങളും സുഖസന്തോഷങ്ങളും ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളും പാപം വഴിയായി നഷ്ടപ്പെടാൻ ഇടയായി. നമ്മുടെ കുടുംബം നശിക്കാൻ ഇടയായി. ദാവീദിന്റെ ഉദാഹരണത്തിലേക്ക് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പാപത്തിന്റെ പിടിയിലായി കഴിയുമ്പോൾ, രക്തക്കറ വീണ് കഴിയുമ്പോൾ, അത് കുടുംബത്തിന് തന്നെ ശാപമായി തീരും. പാപത്തിന്റെ പരിണത ഫലം ഈ പ്രപഞ്ചത്തിൽ പോലും പ്രകടമാകും. അതാണ് നാമൊക്കെ പിശാചിന് അടിമയാകുന്നതിലൂടെ
സർവനാശമാണ് കടന്നു വരുന്നത്. സർവനാശമാണ് കടന്നു വരുന്നത്. 1 യോഹന്നാൻ 3:8 പിശാചിന്റെ അടിമയാക്കും പാപം. പാപം വഴിയായി സാത്താന് നാം അടിമയായി തീരും. അവൻ അവിടുന്ന് വരുത്തി വയ്ക്കുന്ന നാശത്തോടൊപ്പം നമ്മോടൊപ്പമായിരിക്കുന്ന ദൈവജനത്തിന് നാം ഒരു ശാപമായി മാറും. നമ്മളിൽ നിന്നും പാപം ഒരു പകർച്ചവ്യാധി പോലെ മറ്റുള്ളവരെ കടന്നു ചെല്ലാനിടയായിത്തീരും. ഈ പാപത്തിന്റെ പരിണത ഫലങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലായാലും നാം വ്യാപരിക്കുന്ന ഇടങ്ങളിലായാലും കടന്നു ചെല്ലാനിടയായിത്തീരും. അത് മനുഷ്യരാശിക്ക് തന്നെ ദോഷം വരുത്തുന്ന ഒന്നായിത്തീരും. നാം ജനിച്ചു വളർന്നു വന്നിരിക്കുന്ന ഈ മണ്ണിനു തന്നെ അത് ശാപമായിത്തീരും. സങ്കീർത്തനം 107, 33, 34 അവിടുന്ന് നദികളെ മരുഭൂമിയാക്കും, നീരുറവകളെ വരണ്ട ഭൂമിയാക്കി മാറ്റും. അവിടുന്ന് ഫലഭൂഷ്ടമായ ഭൂമിയെ ഒരു നിലമാക്കും. ഇതെല്ലാം ദേശവാസികളുടെ ദുഷ്ടത നിമിത്തമാണ്. ദേശവാസികളുടെ ദുഷ്ടത നിമിത്തമാണ് എന്ന് റോമാക്കാർക്ക് ലേഖനം 2-ാം അധ്യായം 4-5 വചനങ്ങൾ നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? ഇവിടെ ദൈവം കരുണ ചൊരിയുന്നത് നമ്മെ അനുതാപത്തിലേക്ക് നയിക്കാനാണ്. അനുതപിക്കുന്നവന് മാത്രമേ ദൈവത്തിൽ നിന്നും കരുണ ഏറ്റുവാങ്ങാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ പാപത്തിന്റെ മേഖലകളിലേക്ക് ഈ ഒരുക്കത്തിന്റെ കാലഘട്ടത്തിൽ നാം കടന്നു ചെല്ലുന്നത്. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധിയുടെ ഒരു അംശമെങ്കിലും മക്കളിലേക്ക് ആർജിച്ചെടുക്കാൻ, പകർന്നെടുക്കാൻ, ആവാഹിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ നാം നമ്മുടെ പാപാവസ്ഥകളെ തിരിച്ചറിഞ്ഞ് ആഴമായ അനുതാപത്തിലേക്ക് കടന്നു വരണം. റോമാക്കാർക്ക് ലേഖനം 2-ാം അധ്യായത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന ക്രോധത്തിന്റെ ദിനത്തിലേക്ക് നീ നിന്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയം നിമിത്തം നിനക്കു തന്നെ ക്രോധം സംഭരിച്ചു വയ്ക്കുന്നു. നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വയ്ക്കുന്നു. അനുതാപമില്ലാത്തവന് നാശം ഉറപ്പാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർമ്മിക്കാം. അതുകൊണ്ട് നമുക്ക് അനുതാപത്തിലേക്ക് കടന്നു വലിയൊരു കൃപയാണ്. അനുതപിക്കുക എന്നുള്ളത് കൃപയാണ്. അത് ഈ ലോകത്തിലായിരിക്കുമ്പോൾ മാത്രം നമുക്ക് സാധിക്കുന്നതാണ്. ഈ ലോകം, ഈ ശരീരത്തിൽ ഈ സമയത്തിനും കാലത്തിനും വിധേയരായി ജീവിക്കുമ്പോഴാണ്, ഈ സഭയുടെ ഭാഗമായി നാം ജീവിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അനുതപിക്കുന്നത് കൊണ്ട് പ്രയോജനം ഉണ്ടാവുക. അനുതാപം ഫലം പുറപ്പെടുവിക്കുന്നത്, കൃപയായി മാറുന്നത്. അതുകൊണ്ട് ഈ അനുതാപത്തിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് അമ്മയോട് ചേർന്ന് നിന്ന് കരയാൻ സാധിക്കില്ല. എന്നെ പ്രതി കരയുന്ന ഒരമ്മ, എന്റെ നാശത്തെ കണ്ടുകൊണ്ട് കരയുന്ന ഒരമ്മ, ആ അമ്മയോട് ചേർന്നിരുന്ന് കരയുക എന്നുള്ളതാണ്. അമ്മയോട് ചേർന്നിരുന്ന് കരയുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ കരണീയമായിട്ടുള്ളത്. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനാവശ്യമാകുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മറിയമാകുന്ന വഴിയിലൂടെ നമുക്ക് സ്വസ്ഥമായി സഞ്ചരിക്കാം. ദിവ്യനാഥനുമായി ഐക്യം പ്രാപിക്കുവാൻ സുഗമവും ഹ്രസ്വവും ഉത്തമവും സുരക്ഷിതവുമായ ഒരു മാർഗമാണ് ഈ ഭക്തി. ഈ ഐക്യത്തിലാണ് ക്രിസ്തീയ പരിപൂർണത അടങ്ങിയിരിക്കുന്നത്. ഈ ഭക്തി സുഗമമായ ഒരു മാർഗമാകുന്നു. ഇത് സുഗമമായ ഒരു മാർഗമാണ്. നമ്മുടെ പക്കലേക്ക് വരുവാൻ ഈശോ മിശിഹ നടന്നു നീങ്ങിയ പാതയാണിത്. ഇതിലൂടെ അവിടുത്തെ സമീപിക്കുവാൻ ഒരു തടസ്സവുമില്ല. വേറെ മാർഗത്തിലൂടെയും നമുക്ക് ദൈവവുമായി ഐക്യപ്പെടാം. പക്ഷേ മറ്റു വഴികൾ സ്വീകരിച്ചാൽ വളരെയധികം കുരിശുകളും പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും മരണാപകടങ്ങളും തരണം ചെയ്തേ മതിയാകൂ. അവയെ തരണം ചെയ്യുക വളരെ ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. നാം അന്ധകാരം നിറഞ്ഞ രാത്രികൾ പിന്നിടേണ്ടി വരാം. നമുക്ക് യുദ്ധം ചെയ്യേണ്ടതുണ്ടാവാം. അസാധാരണമായ ദുരിതങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. അത്യുന്നതങ്ങളും കിഴക്കാൻ തൂക്കുമായ പർവ്വതനിരകളെ കടന്നു പോകേണ്ടതുണ്ടാവാം. കൂർത്തുമൂർത്ത മുള്ളുകൾ നമ്മുടെ പ്രയാണമാർഗത്തിൽ നിരന്നു വന്നേക്കാം. ഭയാനകമായ മണലാരണ്യങ്ങൾ നടന്നു നീങ്ങേണ്ടതുണ്ടാവാം. എന്നാൽ മറിയമാകുന്ന വഴിയിലൂടെയാണെങ്കിൽ നമുക്ക്
സുഖമായും സ്വസ്ഥമായും സഞ്ചരിക്കാം. നമുക്ക് ഉഗ്രസമരം ചെയ്യുകയും വലിയ പ്രയാസങ്ങളെ നേരിടുകയും വേണം. പക്ഷേ സ്നേഹം നിറഞ്ഞ ഈ അമ്മ തൻ്റെ വിശ്വസ്ത സേവകരുടെ തൊട്ടരികിൽ നിന്ന് അന്ധകാരത്തെ അകറ്റുന്നു. സംശയങ്ങളിൽ അവരെ പ്രകാശിപ്പിക്കുന്നു. ആശങ്കകളിൽ ആശ്വാസം മരുളുന്നു. സമരങ്ങളിലും ക്ലേശത്തിലും ശക്തി നൽകുന്നു. ക്രിസ്തുനാഥനെ അന്വേഷിക്കുന്നവർക്ക് ഈ നവീന മാർഗം മറ്റുള്ളവയെ അപേക്ഷിച്ച് കൂടുതൽ മനോഹരവും സുഗമവുമാണ്. ഇതര വഴികളോട് തുലനം ചെയ്യുമ്പോൾ മധുവും റോസാപ്പൂക്കളും നിറഞ്ഞതാണ് ഈ വഴി. മറിയത്തിൻ്റെ ദിവ്യമണവാളനായ പരിശുദ്ധാത്മാവ് പ്രത്യേകം വെളിപ്പെടുത്തി കൊടുത്തതിനാൽ ഈശോയെ സമീപിക്കുവാൻ ഈ ഉത്തമ മാർഗം സ്വീകരിച്ച അപൂർവം ചില പുണ്യവാന്മാരുണ്ട്. അവരുടെ സംഖ്യ നന്നേ തുച്ഛമത്രേ. അവരിൽ ചിലരാണ് വിശുദ്ധ എഫ്രേം, വിശുദ്ധ ജോൺ ഡമാഷ്യൻ, വിശുദ്ധ ബെർണാർഡ്, വിശുദ്ധ ബർണഡിൻ, വിശുദ്ധ ബൊനവഞ്ചർ, വിശുദ്ധ ഫ്രാൻസിസ് സാലസ് തുടങ്ങിയവർ. സംഖ്യയിൽ വളരെ കൂടുതൽ വരുന്ന മറ്റു പുണ്യവാന്മാർ മറിയത്തോട് ഭക്തരായിരുന്നെങ്കിലും ഒന്നുകിൽ ഈ വഴിയിൽ പ്രവേശിച്ചില്ല, അല്ലെങ്കിൽ അല്പം മാത്രമേ കടന്നുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ ദുർഘടവും അപകടകരവുമായ പരീക്ഷകളെ അഭിമുഖീകരിക്കേണ്ടി വന്നതും. എൻ്റെ അന്തരംഗം വിശുദ്ധീകരിക്കുന്നതിനായി എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, യേശുവിൻ്റെ രക്തം കൊണ്ട് എൻ്റെ ഹൃദയം കഴുകണമേ. യേശുവിൻ്റെ പെസഹ രഹസ്യങ്ങളുടെ അനന്തയോഗ്യതയാൽ എൻ്റെ ഹൃദയ പരിച്ഛേദനം നടത്തി പാപവേരുകളായ അഹങ്കാരം, അസൂയ, ദ്രവ്യാഗ്രഹം, ജഡികാസക്തി, കൊതി, കോപം എന്നിവ എന്നിൽ നിന്ന് ഉന്മൂലനം ചെയ്യണമേ. പുറമേ നിന്നുണ്ടായ നിഷേധാത്മക സ്വാധീനങ്ങൾ, ആവർത്തിച്ചുണ്ടായ സ്വന്തം പാപങ്ങൾ, ദൈവവചനത്തിൻ്റെയും സഭാപ്രബോധനത്തിൻ്റെയും ചൈതന്യത്തിനൊത്തവിധം മനസാക്ഷി രൂപവൽക്കരണം നടത്താതിരുന്നതിൻ്റെ കുറവ് എന്നിവ മൂലം എൻ്റെ മനസാക്ഷിയിൽ ഉറച്ചുപോയ തെറ്റായ ബോധ്യങ്ങൾ നീക്കണമേ. കുടുംബ പശ്ചാത്തലത്തിൽ നിന്നോ പാരമ്പര്യത്തിൽ നിന്നോ ഉണ്ടായ പാപസ്വാധീനങ്ങൾ എൻ്റെ അബോധ മനസ്സിൽ നിന്ന് നീക്കണമേ. അനുദിന ജീവിത വ്യാപാരങ്ങളിലൂടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി ഉപബോധ മനസ്സിൽ ഉറച്ചുപോയ തിന്മകൾ യേശു രക്തത്താൽ കഴുകിക്കളയണമേ. യേശുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച പരിശുദ്ധ മറിയമേ, പാപമോഹത്തിൽ നിന്ന് മോചിതമാകത്തക്ക വിധം യേശുവിൻ്റെ തിരുമുഖ ധ്യാനത്തിലേക്ക് എന്നെ കൈപിടിച്ചു നയിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ സംബന്ധവും സൗഹാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും മാലാഖമാരുടെ കാവലും നിങ്ങൾ ഓരോരുത്തരോടുകൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.